സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ചു കൊള്ളണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ പറഞ്ഞയച്ച സമയത്ത് റബ്ബുൽ ഇസ്സത്ത് ഉമ്മയോടും ബാപ്പയോടും പറഞ്ഞ ഒരു കൽപ്പന വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 36-ാമത്തെ ആയത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ സാധിക്കും. വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്കവിടെ ജീവിക്കുവാൻ സാധിക്കും, നിങ്ങൾക്കുള്ള വിഭവങ്ങളും അവിടെയുണ്ട് എന്ന് രണ്ടുപേരോടും റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആയുസ് വരെയും നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ആ ജീവിതം നിലനിർത്തുവാനുള്ള റിസ്ക്കും അല്ലാഹു തആല ഒരുക്കി വച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനുശേഷം തിരിച്ചു പോകേണ്ട ഒരു ലോകമുണ്ട്. ആ ലോകത്തെത്തിപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ഇടത്താവളമാണ് ഈ ദുനിയാവ് എന്ന് നമുക്കറിയാവുന്നതാണ്. പരലോകമാണ് യഥാർത്ഥ ലോകം. അവിടെയാണ് ശാശ്വത ജീവിതമുള്ളത്. നശ്വരമായ ഒരു ലോകമുള്ളത് അവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സൂറത്തുൽ അൻകബൂത്തിലെ 64-ാമത്തെ ആയത്തിൽ അതിനെ സംബന്ധിച്ച് പറയുകയാണ്. വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാനു ലൗ കാനൂ യഅലമൂൻ. മനുഷ്യരെ, നിങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ യഥാർത്ഥ ജീവിതമെന്ന് പറയുന്നത് പരലോകത്തുള്ള ഒരു ജീവിതമാണ്. ആ പരലോകത്തേക്കുള്ള ശാശ്വതമായ ജീവിതത്തിൽ വിശ്വാസികൾ അനുഭവിച്ചറിയേണ്ട സ്വർഗം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടത്താവളമാണ് ഈ ദുനിയാവ്. ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി, ഇപ്പം നമുക്കറിയാം മനുഷ്യരുടെ ഒരു സ്വഭാവം സമ്പത്തിനോടുള്ള ആഗ്രഹം, അതുപോലെ ഭൗതിക താല്പര്യങ്ങളോടുള്ള വ്യഗ്രത. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായി സൂറത്ത് ആലി ഇമ്രാനിലെ 15-ാമത്തെ ആയത്തിൽ പറയുകയാണ്. ഇണകളും മക്കളും സ്വർണവും വെള്ളിയും കൃഷിയും അതൊക്കെ മനുഷ്യർക്ക് ഒരു അലങ്കാരമാണ്. ഇതെല്ലാം ദുനിയാവിലുള്ള ഒരു വിഭവങ്ങളുമാണ്. ചെന്ന് ചേരേണ്ട യഥാർത്ഥമായ ഒരു സ്ഥലം പരലോകമാണ്. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അള്ളാഹുവിങ്കലേക്കാണ് ചെല്ലേണ്ടത്. അവൻ്റെ അടുക്കലാണ് യഥാർത്ഥ ശാശ്വതമായ ഒരു ജീവിതമുള്ളത്. മനുഷ്യരെ, ഈ പറഞ്ഞ കാര്യങ്ങളിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? എങ്കിൽ അത്തരം ആൾക്കാരോട് പ്രവാചക പറഞ്ഞു കൊടുക്കുക. ഖുൽ അഉനബ്ബിഉകും മിൻ ഖൈരിൻ മിൻ ദാലികും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ചില സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞുവല്ലോ, ഇതിനേക്കാൾ എല്ലാം ഹൈറായ ഒരു കാര്യത്തെക്കുറിച്ച് പ്രവാചക ഞാൻ പറഞ്ഞു തരട്ടെയോ? അവരോട് പറഞ്ഞു കൊടുക്കുക. ആരോട്? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ദുനിയാവിനെയാണ് അവർ പ്രിയം വെക്കേണ്ടത്. അവിടെയാണ് പരിശുദ്ധരായ ഇണകളുള്ളത്. അള്ളാഹുവിൻ്റെ തൃപ്തിയും അവിടെയാണുള്ളത്. ആ തൃപ്തി നേടുവാൻ വേണ്ടി ശാശ്വതമായിട്ടുള്ള ആ ഭൂമി, ആ ദുനിയ, ആ പരലോകത്ത് നിങ്ങൾക്കുള്ള ഇണകളും അതിനുള്ള എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ തഖ്വയോടുകൂടി ഈ ലോകത്ത് ജീവിക്കണം.
ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ച്, അതിൻ്റെ നിസ്സഹായതയെക്കുറിച്ചാണ് നാം കുറേ ഖുത്ബകളിലായി അല്ലെങ്കിൽ 2-3 ഖുത്ബകളിലായി മനസ്സിലാക്കി വരുന്നത്. നമ്മുടെ ചുറ്റുപാടും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ചില ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശാശ്വതമായി നമുക്ക് ദുനിയാവിൽ ജീവിക്കുവാനുള്ള അനുവാദം റബ്ബുൽ ഇസ്സത്ത് നൽകുന്നില്ല. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 22-23 ആയത്തുകൾ പരലോകത്തെക്കാളും ദുനിയാവിനെ ഇഷ്ടപ്പെട്ടിരുന്ന മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിക്കുന്ന ആയത്തുകളാണ്. അവർ പരലോകത്തെക്കാളും ഈ ദുനിയാവിന് പ്രാധാന്യം നൽകി. ശാശ്വതമായിട്ട് ഇവിടെ ജീവിക്കുന്ന ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകമില്ല എന്നുള്ള ചിലരുടെ വിശ്വാസത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചാണ് റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തുകളിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം ശിർക്കാകുന്ന അക്രമം കാണിച്ചുകൊണ്ട് അനീതി കാണിക്കുന്ന മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ഇന്നമാ ബഗയുക്കും അലാ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് തന്നെയാണ് നിങ്ങൾ അക്രമം കാണിക്കുന്നത്. അള്ളാഹുവിനോടുള്ള അനീതി, അള്ളാഹുവിനോടുള്ള അക്രമം, അത് നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മതാഉൽ ഹയാത്തിദ് ദുനിയാ സുമ്മ ഇലൈനാ മർജിഉക്കും, ദുനിയാവിലെ ഈ സുഖമെന്ന് പറയുന്നത് താൽക്കാലികമാണ്, റബ്ബിങ്കലേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലേണ്ടവരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ആയത്ത് ഈ വചനങ്ങളിൽ കൂടെ റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചിന്തിക്കുന്നവർക്കുള്ള ഒരു ദൃഷ്ടാന്തമാണ് സഹോദരങ്ങളെ. ആകാശത്തിലെ വെള്ളം മൂലം മനുഷ്യർക്കും കാലികൾക്കും ഭക്ഷിക്കുവാൻ ഭൂമിയിലെ വിഭവങ്ങളും, അങ്ങനെ ഭൂമിയെ നാം ഒരു അലങ്കാരമാക്കി, ഒരു അഴകായി, അതുപോലെ തന്നെ അതിൻ്റെ ഉടമസ്ഥർക്ക് മനസ്സിലാക്കി കൊടുത്തുവെന്നാണ്. വിണ്ണിൽ നിന്നും മണ്ണിലേക്കിറങ്ങുന്ന മഴ കൊണ്ട് ഒരുപാട് സസ്യങ്ങൾ മുളപ്പിച്ചു, മനുഷ്യർക്കും കാലികൾക്കും അത് ഉപകാരപ്പെടുകയാണ്, കൃഷി മുളച്ചു വരികയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥൻ വിചാരിക്കുകയാണ് ഇതെല്ലാം ശാശ്വതമായി നിലനിൽക്കുക തന്നെ ചെയ്യും, ഇതെല്ലാം എൻ്റെ കഴിവാണ്. അങ്ങനെ ഒരു വിചാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ സ്വപ്നങ്ങളെയെല്ലാം കെടുത്തിക്കളയുന്ന ഒരു ഉദാഹരണമാണ് റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിൽ കൂടി പഠിപ്പിക്കുന്നത്. എല്ലാം എൻ്റെ അനുഗ്രഹമാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ പരിണിത ഫലമാണ്, ഞാൻ ചെയ്തതിൻ്റെ ഉത്തരങ്ങളാണ് ഈ കൃഷിയും ഈ സമ്പത്തും ഈ വിഭവങ്ങളും എല്ലാം. അങ്ങനെ നനച്ചിരിക്കുമ്പോൾ ഇതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അതാഹ അംറുനാ ലൈലൻ ഔ നഹാറാ, ഒരു രാത്രിയിലോ അല്ലെങ്കിൽ പകലിലോ നമ്മുടെ കൽപ്പന വന്നെത്തുകയാണ്. ഫജഅൽനാഹാ ഹസീദൻ കഅല്ലം തഗ്ന ബിൽ അംസ്, തലേ ദിവസം അവയൊന്നും അവിടെ നിലനിന്നിട്ടില്ല എന്നുള്ള മട്ടിൽ നാം അതിനെ ഉന്മൂലനം ചെയ്തു. നോക്കണം വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം. തലേ ദിവസം ഇങ്ങനെ ഒരു ഭൂമി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെ ഒരു കൃഷി ഉണ്ടോ എന്നുള്ള സംശയത്തിന് ഇടം വരുന്ന രീതിയിൽ അള്ളാഹു അതിനെ നശിപ്പിച്ചു കളഞ്ഞു. ഇത് അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലാണ്. സ്ഥായിയായി ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ ഈ ഉണ്ടാക്കിയ സമ്പത്തുക്കളും ഈ കൃഷികളും എനിക്കവകാശപ്പെട്ടതാണ്, ഇതിൽ ആർക്കും ഒരു അവകാശവുമില്ല എന്നുള്ള അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറയുന്നത്, ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു പകലിൽ നമ്മുടെ കൽപ്പന അവിടെ വന്നെത്തിയപ്പോൾ തലേ ദിവസം ഇതൊന്നുമില്ലാത്ത രീതിയിൽ അതിനെ നാം നശിപ്പിച്ചു കളഞ്ഞു. ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ, ഇതാണ് ദുനിയാവിൻ്റെ ഒരവസ്ഥ. കദാലിക നഫസ്സുലുൽ ആയാതി ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന സമൂഹത്തിന് വലിയ ഒരു ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ്. പ്രവാചകന്മാരുടെ ചില അനുയായികൾ അല്ലെങ്കിൽ അവരുടെ സമൂഹങ്ങൾ ധിക്കാരത്തോടുകൂടി അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നതിൽ പ്രവാചകന്മാരെ അകാരണമായി കൊല ചെയ്തിരുന്ന ചില നാടിനെയൊക്കെ തലേ ദിവസം ഇങ്ങനെ ഒരു നാട് തന്നെ ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ അതിനെ നശിപ്പിച്ചു കളഞ്ഞുവെന്നാണ്. അഹങ്കാരത്തിൻ്റെ പരിണിത ഫലമാണ്.
അഹങ്കാരം കൊണ്ട് ജീവിച്ചവർക്കുള്ള ഉത്തരങ്ങളായിരുന്നു ഈ കാര്യങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അവൻ്റെ ദറജയിൽ അല്ലെങ്കിൽ അവൻ്റെ അധികാര പദവികളിൽ അവൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്നാണ്. എല്ലാവരും ഒന്നുപോലെ ഉണ്ടാവുകയില്ല. എല്ലാവരും യൂസുഫ് നബിയായാൽ ഈ ലോകത്തിന്റെ ആ ഒരു സന്തുലിതാവസ്ഥ തന്നെ ക്രമം തെറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ ഒരു ഏറ്റക്കുറച്ചിൽ അനിവാര്യമാണ്. അതെന്തിനു വേണ്ടിയാണ്? റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ് സൂറത്തു അൻആമിലെ 165-ാമത്തെ ആയത്തിൽ, വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാത്ത്. ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രമീകരണം റബ്ബുൽ ഇസ്സത്ത് നൽകിയത്? ലിയബ്ലുവകും ഫീമാ ആതാകും, നിങ്ങൾക്ക് നാം നൽകിയതിനെ പരീക്ഷിക്കുവാൻ വേണ്ടി. ഇതാണ് ഈ ദുനിയാവ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒരു ഹദീസുണ്ട്, സ്വഹീഹ് മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖലറത്തുൻ. ദുനിയാവ് എന്ന് പറയുന്നത് മധുരമുള്ളതാണ്, അതൊരു ഹരിതമാണ്, പച്ചപ്പുള്ളതാണ് ഈ ദുനിയാവ്. വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു നിങ്ങളെ അതിൽ പിൻഗാമികളായി വച്ചിരിക്കുകയാണ്. ഫയൻദുറു കൈഫ തഅലമൂൻ, നിങ്ങൾ എങ്ങനെയെന്ന് അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പച്ചപ്പുള്ള ദുനിയാവിൽ ജീവിക്കുന്ന, ഈ ഹരിതവർണ്ണങ്ങളിൽ ഉള്ള ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യ, നീ എങ്ങനെയാണ് ഈ ദുനിയാവിനെ കാണുന്നു എന്ന് റബ്ബുൽ ഇസ്സത്ത് റഖീബും അതീദുമാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യരെ ഫത്തഖു ദുനിയാ, ദുനിയാവിനെ നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. ദുനിയാവിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. നിങ്ങളെ പരാജയപ്പെടുത്തി കളയും. പരലോകം മറന്നുകൊണ്ടുള്ള ദുനിയാവിലേക്കുള്ള പോക്ക് പരാജിതരുടെ കൂട്ടത്തിലാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ട് തരം പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഒരു തർത്തീബാണ്. രണ്ട് രീതിയിൽ അള്ളാഹു തആല പരീക്ഷിക്കുമെന്നാണ്, അനുകൂലമായും പ്രതികൂലമായും. നമുക്കറിയാമല്ലോ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് റബ്ബുൽ ഇസ്സത്ത് നൽകിയ ഒരു മുഅ്ജിസത്ത്, എത്രയോ കാതമകലെയുള്ള ബൽഖീസിന്റെ രാജ്ഞി, ആ രാജ്ഞിയുടെ കൊട്ടാരം ഇങ്ങ് കൊണ്ടുവരുവാനായിട്ട് സമൂഹത്ത് അവിടെയുള്ളവരോട് പറയുമ്പോൾ സാധ്യമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് അവരെ പ്രകടമാവുകയാണ്. സുലൈമാൻ നബി തന്നെ ആ ബൽഖീസിന്റെ കൊട്ടാരം ഇവിടെ കൊണ്ടുവന്നു. മഹത്തായ ഒരു അനുഗ്രഹമാണ് അല്ലാഹു തആല സുലൈമാൻ നബിക്ക് നൽകിയത്. ഇത് കണ്ടുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിന്റെ ആ അനുഗ്രഹം മനസ്സിലാക്കിയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഈ ഫള് എൻ്റെ റബ്ബിങ്കിൽ നിന്നുള്ളതാണ്, ഈ അനുഗ്രഹം എൻ്റെ റബ്ബിങ്കിൽ നിന്നുള്ളതാണ്. കിട്ടിയതാകട്ടെ ഒരു മുഅ്ജിസത്താണ്. എന്നിട്ട് പോലും വിനയത്തോടുകൂടിയുള്ള ആ പ്രവാചകന്റെ മറുപടി, ഇതെന്നെ പരീക്ഷിക്കുവാൻ, നന്ദിയോടുകൂടി ഞാൻ റബ്ബിനെ സ്മരിക്കുന്നുവോ, നന്ദി കെട്ടവനാകുന്നുവോ എന്ന് അള്ളാഹു എന്നെ പരീക്ഷിക്കുവാനാണ് ഈ ഫള് എനിക്ക് നൽകിയത്. ഇതാണ് വിശ്വാസികളെ നമ്മുടെ ഓരോ നിലപാടുകളും. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ മറ്റുള്ള ക്രയവിക്രയങ്ങളിൽ റബ്ബുൽ ഇസ്സത്തിന്റെ ഇടപെടലുകളാണിതെല്ലാം. നിഅമത്തുകളും ഫളലുകളും എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. ഈ നന്മ കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടുവന്ന റബ്ബിനോടുള്ള തഖ്വയിൽ ഏറ്റക്കുറച്ചിലുകളിൽ ഉണ്ടാകുവാൻ പാടില്ല. അത് കൂടിക്കൊണ്ടേയിരിക്കണം, കുറവ് വരുവാൻ പാടില്ല. അങ്ങനെ കുറവ് വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം. എന്താണ് ഖൈർ, എന്താണ് ഷർറ് ആത്യന്തികമായി നമുക്കറിയുകയില്ല. ഇപ്പോൾ നമുക്കറിയാം, വയനാട് മഹാദുരന്തം, കണ്ണീര് പോലും അശക്തമായി കൊണ്ടിരിക്കുന്ന വല്ലാത്ത ദുരിതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് വിശ്വാസികളെ നാം ഓരോരുത്തരും. മരവിച്ചുപോയ നമ്മുടെ മനസ്സുകൾ, ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ആ നേർക്കാഴ്ചകൾ കണ്ടുകൊണ്ട്, അല്ലേ സഹോദരങ്ങളെ, ആഴ്ചകൾ കൊണ്ട് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാണെന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? അങ്ങനെ പറയരുത്. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് വഹയുണ്ടാകണം. അള്ളാഹുവിൻ്റെ കലാമിലെ ചില ആയത്തുകളിൽ ചില സമൂഹത്തെ പരീക്ഷിച്ചു അല്ലെങ്കിൽ ശിക്ഷിച്ചു എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ചത് കൊണ്ട് പ്രവാചകൻ നമുക്ക് അറിയിച്ചു തന്നു. അതുകൊണ്ട് വ്യക്തമാണ് അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്.
നമ്മുടെ ജീവിതത്തിലും ഖൈറും ഷർറും ഉണ്ടാകുമ്പോഴേക്കും, ഖൈറുണ്ടാകുമ്പോഴേക്കും ഇത് നമ്മുടെ മേന്മയും, ഷർറുണ്ടാകുമ്പോഴേക്കും എനിക്ക് അല്ലാഹു തആല നൽകുന്ന ശിക്ഷയാണെന്നും നമുക്കങ്ങനെ പറയരുത്. ഒരാളുടെ ജീവിതത്തിൽ ഒരു മുസീബത്തുണ്ടായി, അല്ലെങ്കിൽ ഒരു ദുരിതമുണ്ടായി, അത് അല്ലാഹു അവനെ ശിക്ഷിച്ചതാണ് എന്ന് പറയുവാനുള്ള അധികാരം നമുക്കില്ല. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് വിശ്വാസി പറയേണ്ടത്. ഒരു മുസീബത്ത് കേട്ടാൽ, കണ്ടാൽ വിശ്വാസി പറയേണ്ടത്, അല്ലാഹ് നിന്നിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കം. ഇതായിരിക്കണം. വയനാടിലെ ദുരന്തത്തെക്കുറിച്ചും ഒരു വിശ്വാസിയുടെ നാവിൽ ഇതാണ് വരേണ്ടത്, അല്ലാതെ മറ്റൊരു വ്യാഖ്യാനവും അവിടെ കൊടുക്കുവാൻ പാടില്ല. കാരണം എന്താ? അത് അള്ളാഹുവിൻ്റെ ഒരു തർത്തീബ് അവൻ ചെയ്തു. അത് നമുക്കറിയില്ല അത് ശിക്ഷയാണെന്ന് വിലയിരുത്തുവാൻ. ഇപ്പൊ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 216 ആയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോടും സത്യവിശ്വാസികളോടും യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന ചില ആയത്താണ്. കുതിബ അലൈഹിമുൽ ഖിതാലു വഹുവ കുറുഹുൽ ലക്കും. നിങ്ങൾക്കിതാ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് അനിഷ്ടകരമാണ്. കാരണം യുദ്ധം ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടുത്തിയേക്കാം, കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമാകാത്ത രീതിയിലുള്ള എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ യുദ്ധം. സ്വഹാബാക്കളെ, നിങ്ങൾക്ക് അത് അനിഷ്ടകരമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഖൈറ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഷർറാണ്. വിശ്വാസികളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ പാഠമാകണം. സമ്പത്ത് വരും പോകും, ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും, ശരീരത്തിൽ രോഗവും സൗഖ്യവും ഉണ്ടാകും. ഇതൊക്കെ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു ഇടപെടലുകളാണ്. ഏതെങ്കിലും മുസീബത്തിനെ കണ്ടുകൊണ്ട് നാം വിലയിരുത്തരുത് ഇത് അള്ളാഹുവിൻ്റെ അദാബാണ്. കാരണം എന്തുകൊണ്ട്? നമുക്കറിയില്ല. ആത്യന്തികമായി റബ്ബുൽ ഇസ്സത്ത് എന്താണോ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, നിങ്ങൾ ഖൈറെന്ന് വിചാരിക്കുന്നത് റബ്ബിൻ്റെ അടുക്കൽ ഷർറായിരിക്കാം, നിങ്ങൾ തിന്മയെന്ന് വിചാരിക്കുന്നത് റബ്ബിൻ്റെ അടുക്കൽ ഖൈറായിരിക്കാം. എന്തുകൊണ്ട്? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം, അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത്. ഇപ്പം ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞ അപവാദം നമുക്കറിയാം ചരിത്രത്തിൽ. പുന്നാര റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. അപവാദം പറഞ്ഞില്ലേ? ആ അപവാദത്തിന് ഒരുപാട് വിഷമമുണ്ടായി പ്രവാചകന്, സ്വഹാബാക്കൾക്ക് പലരും. അതിനെ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ സൂറത്തുൻ നൂറിലെ 11 ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് പ്രവാചകരോട് എന്താ പറഞ്ഞു കൊടുത്തത്? പ്രവാചക, ഇത് നിങ്ങളിൽപ്പെട്ട ചില ആരാണ് ഈ ദുഷ്പ്രവണത നടത്തിയത്? ഈ അപവാദം പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആൾക്കാർ തന്നെയാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും. നിങ്ങൾ വിചാരിക്കണ്ട ഇത് നിങ്ങൾക്ക് ഷർറാണെന്ന് വിചാരിക്കണ്ട. ബൽ ഹുവ ഖൈറുൽ ലക്കും. ഇത് നിങ്ങൾക്ക് ഖൈറാണ്. പ്രത്യക്ഷത്തിൽ എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള അപവാദം പ്രത്യക്ഷത്തിൽ അതൊരു ഷർറാണ്, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഭാവിയിൽ അത് ഖൈറാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? ലോക സ്രഷ്ടാവ് റബ്ബുൽ ഇസ്സത്ത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം 18 അധ്യായം സൂറത്തുൽ കഹഫിൽ കൂടി നാം പലവരും വായിച്ചതാണ്. നമുക്കറിയാം ആ ചരിത്രം. മൂസാ നബിയുമായി ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു യാത്ര പോകുന്ന സമയത്ത് സഞ്ചരിച്ച കപ്പലിൽ ഒരു ദ്വാരമുണ്ടാക്കുകയാണ്, ഒരു ബാലനെ കൊന്നുകളയുകയാണ്. സ്വീകരിക്കാത്ത ഒരു നാട്ടിൽ മതിൽ പൊളിഞ്ഞു വീഴുന്നത് കാണുമ്പോഴേക്കും ആ മതിൽ ശരിയാക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മൂസാ നബി ഖിദറിനോട് ചോദിക്കുന്ന രംഗം ഖുർആനിൽ കാണാം. എന്തിനാ നിങ്ങൾ നമുക്ക് അന്നം തരാത്തവരല്ലയോ ഈ നാട്ടുകാർ, എന്തിനാ മതിൽ ശരിയാക്കുന്നത്? എന്തിനാ കളിച്ചുകൊണ്ടിരുന്ന ഒരു ബാലനെ കൊന്നുകളഞ്ഞത്? എന്തിനാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്ന കപ്പൽ നിങ്ങൾ ദൂരമുണ്ടാക്കിയത്? മൂസ, മിണ്ടിപ്പോകരുത്, ക്ഷമയോടുകൂടി എന്നോട് വരുന്നുവെങ്കിൽ വരണം, മിണ്ടിപ്പോകരുത്. അവസാനം ക്ഷമകെട്ടുകൊണ്ട് വീണ്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയോട് പറയുന്ന ഒരു കാര്യം സൂറത്തുൽ കഹഫിലെ 82 ആയത്തിൽ കാണാം. വമാ ഫഅൽതുഹു അൻ അംരി.
ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് എൻ്റെ കൽപ്പനയല്ല, ഞാൻ ചെയ്തത്, ഇത് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് കൊണ്ടാണ്. ഇത് എൻ്റെ അഭിപ്രായത്തിലല്ല ഞാൻ ഈ ചെയ്തത്. ഇത് അള്ളാഹ് എനിക്ക് നൽകി, എനിക്ക് വഹയിൽ കൂടി അല്ലെങ്കിൽ എനിക്ക് ഇൽഹാമിൽ കൂടി പഠിപ്പിച്ചു തന്നത് ഞാൻ ചെയ്തു. അപ്പൊ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രത്യക്ഷത്തിൽ അതൊരു ഷർറായി കാണുകയാണ്. യഥാർത്ഥത്തിലോ ഖൈറാണ്. ഖൈറും ഷർറും അറിഞ്ഞ റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം. ഇപ്പൊ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വധം നമുക്കറിയുമല്ലോ. ഉഹുദ് രണാങ്കണത്തിൽ പ്രവാചകനെ കണ്ണീര് കുടിപ്പിച്ച വല്ലാത്ത ഒരു ദുരന്തമാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണം. ശരീരത്തെ വലിച്ചു കീറിയെന്നാണ്. കരളിനെ എടുത്തുകൊണ്ട് ആ ഹിന്ദ് ചവച്ചുവെന്നാണ്. ഇറക്കാൻ കഴിയാത്തത് കൊണ്ട് അത് തുപ്പിക്കളഞ്ഞുവെന്നാണ് പ്രവാചകനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ആ ഒരു സംഭവം. ഉമർ റളിയല്ലാഹു തആല അൻഹു സുബ്ഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മജൂസി കഠാര കൊണ്ട് കുത്തി ഇറക്കുകയാണ്. സ്വഹാബാക്കൾ തടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ 6 സ്വഹാബികൾ കുത്തേറ്റ് വീടിന് മരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഖവാരിജുകൾ കുത്തിക്കൊല്ലുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി ജനങ്ങളെ ഉണർത്തി പള്ളിയിലേക്ക് വരുന്ന ആ സമയത്താണ് ആ ശത്രു കുത്തി കൊന്നുകളഞ്ഞത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളാണല്ലോ വിശ്വാസികളിൽ ഏറ്റവും ഈമാൻ കൊണ്ടവർ. 14 പേരാണ് ബദർ രണാങ്കണത്തിൽ ശത്രുക്കൾ കൊന്നുകളഞ്ഞത്. പിന്നീട് നടന്ന ഉഹുദ് രണാങ്കണത്തിൽ ബദരീങ്ങളായിട്ടുള്ള 51 പേർ അവിടെ ചേതനകെട്ട ശരീരവുമായി മഹാനായ പ്രവാചകരെ പ്രയാസപ്പെടുത്തി എന്നാണ്, വഫാത്തായിപ്പോയെന്നാണ്. ഉഹുദിന്റെ ചരിത്രത്തിൽ കാണാം, മക്കയിലെ മുശ്രിക്കുകൾ രണാങ്കണം കയ്യേറിക്കൊണ്ട് ചേതനകെറ്റ ശരീരങ്ങളായ നമ്മുടെ സ്വഹാബാക്കളുടെ ശരീരങ്ങളെ കീറി മുറിക്കുകയെന്നാണ്. ചിലർ കാതിനെ പറിച്ചെടുക്കുകയാണ്, ചിലർ കണ്ണിനെ ചൂഴ്ന്നെടുക്കുകയാണ്, ചിലർ ലിംഗത്തെ വെട്ടിമുറിക്കുകയാണ്. ഇത്രയും ക്രൂരമായ ഒരു രംഗം മറ്റൊരു യുദ്ധത്തിലും ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് എന്തൊരു ഷർറാണ് സ്വഹാബാക്കൾക്ക് പിടിപെട്ടത്, ഇതെന്തൊരു തിന്മയാണ്, ഇതെന്തൊരു ദുരന്തമാണ്. പറയാൻ സാധിക്കുമോ? പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഇത് ഷർറായിരിക്കാം, റബ്ബിന്റെ അടുക്കൽ ഇത് ഖൈറായിരിക്കാം. നമ്മുടെയും ജീവിതത്തിൽ അത് തന്നെയാണ് സഹോദരങ്ങൾ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അല്ലാത്തവരും ഒരു പ്രയാസം വരുമ്പോഴേക്കും എന്താണ് റബ്ബേ എന്നെ ഇങ്ങനെ, പരമാവധി നിന്നെ സൂക്ഷിച്ചുകൊണ്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. ധിക്കാരികളെല്ലാവരും എത്ര അന്തസ്സോടുകൂടിയും അല്ലെങ്കിൽ ആഭിജാത്യത്തോടുകൂടിയും ഒരു അസുഖങ്ങളുമില്ലാതെയും ഇങ്ങനെ ജീവിക്കുകയാണല്ലോ, എനിക്കെന്താണ് റബ്ബേ ഇങ്ങനെ എന്ന് പറയുന്ന എത്രയോ പേർ നമ്മിലുണ്ട്. അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു നിലപാടാണ്. പക്ഷെ ആ അസുഖത്തിന്റെ പിന്നിൽ ഒരു ഖൈർ അല്ലാഹു തആല വച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതുകൊണ്ട് വയനാട് ദുരന്തം ഒരു ഷർറാണ് അല്ലെങ്കിൽ അല്ലാഹു തആല അവരെ ശിക്ഷിച്ചതാണ് എന്ന് പറയുവാനുള്ള മാനദണ്ഡം നമ്മുടെ കൈകളിലില്ല. അത് അള്ളാഹുവിന്റെ ഒരു തർത്തീബ്. ഈ ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ വിശ്വാസികൾക്ക് ഒരു നിലപാട് വേണം. എന്താണ്? തളർറഊൻ, വിനയപ്പെട്ട് റബ്ബിങ്കിലേക്ക് മടങ്ങണം, വിനയാന്വിതരായി അള്ളാഹുവിങ്കിലേക്ക് അടുക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഒരു വിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു നിലപാട്. ഇതുപോലെയുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് റബ്ബിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടാകണം. പറഞ്ഞുവല്ലോ, ബദരീങ്ങളുടെയും ഉഹുദീങ്ങളുടെയും ചരിത്രം അവർ മനസ്സിലാക്കിയവരാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉൾക്കൊണ്ടവരാണ്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. ഇത് മനസ്സിലാക്കിയവരാണ് സ്വഹാബാക്കൾ. നിങ്ങളെ പരീക്ഷിക്കുക എങ്ങനെയെന്നറിയുമോ? മുൻകഴിഞ്ഞു പോയവരെ നാം പരീക്ഷിച്ചതുപോലെ നിങ്ങളെയും പരീക്ഷിക്കും. എന്തിനു വേണ്ടി? നിങ്ങൾ കള്ളന്മാരോ അതോ സത്യവാന്മാരോ എന്നറിയുവാൻ. സൂറത്തുൽ അൻകബൂത്ത് 2-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ പരീക്ഷണം ഇങ്ങനെയാണ്. വലയഅലമല്ലദീന ആമനൂ വയത്തഖദ മിൻകും ശുഹദാഅ വലിയുമഹിസല്ലാഹു അല്ലദീന ആമനൂ.
വിശ്വാസികളെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്, കപടന്മാരെയും തിരിച്ചറിയുവാൻ വേണ്ടിയാണ്, വിശ്വാസികളെ ശുഹദാക്കളാകുവാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അല്ലാഹു തആല ഇടക്കിടക്കെല്ലാം നൽകുന്നത്. മനസ്സിലുള്ളത് എന്താണെന്ന് റബ്ബിന് പരീക്ഷിച്ചറിയണം. ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് റബ്ബിനറിയണം. അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് എന്ന് പറയുന്ന ഒരു അധ്യായം, അതിൽ സ്വഹാബികൾക്കുണ്ടായ ചില പരീക്ഷണത്തിന്റെ ഉദാഹരണം പറയുകയാണ്. ഹുനാലിക ബതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദാ. സ്വഹാബികൾ പോലും വിചാരിച്ചു പോയി, എങ്ങനെ അല്ലാഹ് നമ്മെ കൈയിടിഞ്ഞു. സുബ്ഹാനല്ലാഹ്. സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന ഒരു തെറ്റായ ഒരു ധാരണയാണ്, അല്ലാഹ് നമ്മെ കൈയിടിഞ്ഞോ. ഇത്രയും പരീക്ഷണങ്ങൾ, ഇത്രയും സിൽസാലുകൾ, ഇത്രയും സിൽസാലൻ ശദീദ, ശക്തമായ പരീക്ഷണങ്ങൾ അവർക്കുണ്ടായപ്പോൾ സ്വഹാബാക്കളുടെ മനസ്സിൽ പോലും തോന്നിയതാണ്, അല്ലാഹ് നീ ഞങ്ങളെ കൈയിടിഞ്ഞോ. മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ നിന്റെ സഹായം ഞങ്ങൾക്കുണ്ടാവുക എന്ന് പറഞ്ഞതാരാ? അള്ളാഹുവിന്റെ സ്വാത്വികന്മാരായിട്ടുള്ള ഔലിയാക്കന്മാർ. പിന്നെ നമ്മുടെയൊക്കെ ജീവിതം, അത് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുവാൻ നാം വളർന്നു. റബ്ബിനെ കുറിച്ചുള്ള ഒരു തെറ്റായ ചിന്ത നമ്മുടെ മനസ്സിൽ വരാതിരിക്കുവാൻ ജാഗ്രതയോടുകൂടി നാം ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. കാരുണ്യവാനെ ചോദ്യം ചെയ്യുന്ന ചില നാസ്തികൾ സോഷ്യൽ മീഡിയകളിൽ കൂടി വല്ലാതെ അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോട് നമുക്ക് തിരിച്ചു ചോദിക്കുവാൻ സാധിക്കണം. ലോകം മുഴുവനും നാസ്തികരായെന്നാൽ പോലും, നാസ്തികരെ, ഈ ദുരന്തം തടുത്തു നിർത്തുവാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് ആയുധമാണുള്ളത്? ലോകത്ത് ജീവിക്കുന്നവരെല്ലാം ദൈവനിഷേധികളെന്നായിക്കോട്ടെ, എങ്കിൽ പോലും ഈ ദുരന്തം പിടിച്ചു നിർത്തുവാൻ ശാസ്ത്ര ലോകത്തിന് തയ്യാർ ആകുമോ? അവർക്ക് സാധിക്കുമോ? ഒരുപാട് കണ്ടുപിടുത്തങ്ങളെല്ലാം കണ്ടും കേട്ടുമിരിക്കുന്ന ഇന്നത്തെ ലോകം ഒരു അരമണിക്കൂർ പിന്നിൽ വരുന്ന ഒരു ഭൂകമ്പത്തെയോ ഉരുൾപൊട്ടലിനെയോ അതിനെ കൃത്യമായി പ്രവചിക്കുവാൻ സാധിക്കാത്തത്ര മനുഷ്യൻ ദുർബലനാണ്. ദുർബലനാണ് മനുഷ്യൻ. അങ്ങനെയാണ് അല്ലാഹു തആല അവനെ പടച്ചത്. വിശ്വാസിക്ക് സമാധാനവും അതുപോലെ തന്നെ സംതൃപ്തിയുമാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അജബൽ ലി അംറിൽ മുഅ്മിൻ. മുഅ്മിനുകൾ, അവരുടെ കാര്യം വമ്പിച്ച അത്ഭുതമാണ്. വിശ്വാസികളെ, ഇന്നത്തെ ഖുതുബ സന്ദേശത്തിൽ ഈ ഒരു വചനമാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വചനാമൃതം നമ്മുടെ ഹൃദയത്തിൽ കൊത്തുവയ്ക്കുക മരണം വരെയും. ജീവിതമെന്ന് പറയുന്നത് സന്തോഷത്തോടുകൂടി ഇങ്ങനെ പോയിക്കൊള്ളണമെന്നില്ല. സമ്മിശ്രമാണ്. ദുഃഖവും പ്രയാസവും സന്തോഷവും സന്താപവും പല രീതിയിലും ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അജബൽ ലി അംറിൽ മുഅ്മിൻ. വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ. അവൻ എന്ത് സംഭവിച്ചാലും അത് ഖൈറാണ്. നോക്കൂ, വലൈസ ദാലിക ലി അഹദിൻ. ഇത് വിശ്വാസിക്കല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വിശ്വാസിക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറുൻ ലഹു. അവന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോഴേക്കും റബ്ബിന് നന്ദി പറയും, അത് അവന് നന്മയാകും. എന്തെങ്കിലും ദുരിതം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൽ അവൻ ക്ഷമിക്കുമെന്നാണ് ആത്യന്തികമായി അല്ലാഹു തആല അതവന് നന്മയാക്കി കൊടുക്കും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വസിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ച ചില ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഇന്ന് തന്നെ നോക്കൂ, ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന UK-യിലെ ആ കലാപം ഒരു കിംവദന്തിയാണ്. തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഫാസിസ്റ്റുകൾ മുസ്ലിംകളെ എന്തുമാത്രം പീഡിപ്പിക്കുകയാണ്. ലണ്ടനിൽ റോഹിംഗ്യൻ മുസ്ലിംകൾ എന്തുമാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫിലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ ഓർക്കാൻ തന്നെ വയ്യ. അത്രയ്ക്കും ദാരുണമായ പരീക്ഷണങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിൻ്റെ പേരിൽ
സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ധാരാളം വിറകുകൾ ശേഖരിച്ച് അഗ്നികുണ്ഡാരം ഒരുക്കി സത്യവിശ്വാസികൾ അതിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വെന്തിരുകുന്ന ശരീരങ്ങളെ നോക്കി പൊട്ടിച്ചിരിച്ച ആ ധിക്കാരികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എടുത്തു പറയുകയാണ് സൂറത്തുൽ ബുറൂജിൽ കൂടി. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തുൽ വഖൂദ്, അവർ നശിച്ചു പോകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഇത്രയും ക്രൂരമായ പീഡനങ്ങൾ അവർ അനുഭവിച്ചതെന്ന് സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ, വാർത്തകൾ പലതും വരാം. നമ്മളൊന്നും അതിൽ പെട്ടിട്ടില്ലല്ലോ എന്നുള്ള നിർഭയമായ ഒരു ജീവിതം നമുക്ക് വേണ്ട. കാരണം വയനാടിലെ ദുരന്തമെന്ന് പറയുന്നത് തലേ ദിവസം അവിടെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അത്രയ്ക്കും റബ്ബിന്റെ സൗന്ദര്യമായിട്ടുള്ള ആ ഒരു അടയാളപ്പെടുത്തലുകൾക്ക് സാക്ഷ്യം വഹിച്ച ആ മഹാദുരന്തം അരമണിക്കൂർ കൊണ്ട് 20 കിലോമീറ്ററുകളെല്ലാം അള്ളാഹു ആദരിച്ച ആ ശരീരങ്ങൾ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്തി തുടിച്ചുവെന്ന് പറയുമ്പോൾ വിശ്വാസികളെ, നമ്മളൊക്കെ നിർഭയരാണോ? സൂറത്തുൽ മുൽക്കിൽ റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന 2 ചോദ്യമുണ്ട്. അഅമിൻതും മൻ ഫിസ് സമാ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. നിങ്ങൾ നിർഭയരാണോ ആകാശത്തുള്ളവനെ കുറിച്ച്, ആകാശത്തു നിന്നും അദാബുകൾ വരുന്നതിനെ കുറിച്ച്, ഭൂമി ഇളകി മറിയുന്ന ആ ഒരു രംഗം സാക്ഷിയാകുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന് റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. അല്ലാഹുവിലേക്ക് അടുക്കുക വിശ്വാസികൾ. ദുനിയാവിനൊരു അന്ത്യമുണ്ട്, ജീവിതത്തിനൊരു അവസാനമുണ്ട്. ശാശ്വതമായ ലോകത്തേക്ക് പോകണമെന്നുള്ള ഒരു വിശ്വാസം വിശ്വാസികളുടെ മനോവിവരങ്ങളിൽ ഉണ്ടാകണം സദാ. അല്ലാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.